ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് എൽസിഫ് ലാഡറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൽസിഫ് വെച്ചിട്ടൊരു കണ്ടീഷൻ, നമുക്കത് എങ്ങനെ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോകാമെന്നുള്ളതിന് ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെലിഫോൺ ബില്ലിൻ്റെ കാൽക്കുലേഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു പ്രോംപ്റ്റ് ദ യൂസർ ടു ഇൻപുട്ട് നമ്പർ ഓഫ് കോൾസ് ആൻഡ് കാൽക്കുലേറ്റ് മന്ത്ലി ടെലിഫോൺ ബിൽസ് ആസ് പെർ ദ ഫോളോയിങ് റൂളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് റൂൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ടെലിഫോൺ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? കോള് സപ്പോസ് ഇപ്പോൾ 100 കോൾസേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ. അപ്പോൾ 100 കോൾസ് വരെ ഉള്ളതിന് 200 റുപ്പീസാണ് വരുന്നത്. പിന്നെ വരുന്ന കണ്ടീഷൻ എന്താണ്? നെക്സ്റ്റ് 50 കോൾസ്. നെക്സ്റ്റ് 50 കോൾസിന് 0.6 റുപ്പീസ് എന്ന് പറയുമ്പോൾ പൈസ അല്ലേ, അതാണ് വരുന്നത്. അത് പറയുമ്പോൾ നെക്സ്റ്റ് 50 കോൾസിന് 0.5 വെച്ചിട്ടും റിമൈനിങ് വരുന്നതിന് 0.4 വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ആദ്യത്തെ 100 കോൾസിന് 200 റുപ്പീസ് എന്ന് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് 50 കോൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മുടെ കോൾ ഏതുവരെ പോകുന്നുണ്ട്? അടുത്ത 150 വരെ അല്ലേ. ഇപ്പോൾ 100ഉം പിന്നെ നെക്സ്റ്റ് 50 എന്ന് പറയുമ്പോൾ ഏതുവരെ പോകും? 150 വരെ പോകും. ഓക്കെ. നെക്സ്റ്റ് 50 എന്ന് പറയുമ്പോൾ ഏതുവരെ പോകും? 200 വരെ പോകും. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 100 കോൾസിന് നമ്മൾ 200 എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് സപ്പോസ് 120 കോൾസ് ആയി എന്നുണ്ടെങ്കിൽ ഈ 200 റുപ്പീസ് നമുക്ക് ഉണ്ടാവും. അത് കൂടാതെ പിന്നെ വരുന്ന 20 കോൾസിനാണ് നമ്മൾ എത്ര വെച്ച് കൊടുക്കേണ്ടത്? 0.6 വെച്ചിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സപ്പോസ് ഇതിപ്പം 220 ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100ന് എത്ര കൊടുക്കണം? 200 കൊടുക്കണം. അടുത്ത 50ക്ക് എത്ര വെച്ച് കൊടുക്കണം? 0.6 വെച്ച് കൊടുക്കണം. പിന്നെയും വരുന്ന 200 അതായത് നമ്മൾ പറഞ്ഞ 20ക്ക് 220 എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ പിന്നെ റിമൈനിങ് വരുന്ന 20ക്കാണ് എത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 0.5 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് നമുക്ക് വരുന്ന 300 കോൾസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100ന് പിന്നത്തെ 50, അപ്പോൾ 150ക്ക് അടുത്ത 50 എന്ന് പറയുമ്പോൾ 200ന് ഉള്ളത് ഇവിടെ ഇത് ഇത്രയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. റിമൈനിങ് വരുന്ന എല്ലാത്തിനും എത്ര കൊടുക്കണം? അപ്പോൾ ഇത്രയായപ്പോൾ 200 ആയി. പിന്നെ വരുന്ന 100 കോൾസിന് എത്ര വേണം? 0.4 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വരുന്ന അതുപോലെ എല്ലാം എന്താണ്? നമ്മൾ ആദ്യത്തെ എമൗണ്ട് അവിടെ റീറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ 200 അവിടെ കൊടുക്കണം. ഈ 200ൻ്റെ കൂടെ അഡീഷണലായിട്ടാണ് അടുത്ത കോൾസിന് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും നമുക്ക് സ്ലാബിൽ പറയാൻ പറ്റും. ഓരോ സ്ലാബിന് ഇത്ര എമൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് എബവ് വന്നു കഴിഞ്ഞാൽ എത്ര എന്ന് പറയുമ്പം നെക്സ്റ്റ് 200 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് പോകണം. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്? ആദ്യം നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, പിന്നെ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു മെസ്സേജ് കൊടുത്തു അല്ലേ. നമ്പർ ഓഫ് കോൾസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ എഫ് പറഞ്ഞിട്ട് കോൾസ് അവിടെ റീഡ് ചെയ്തു അല്ലേ. സ്കാൻ എഫ് %d ആംപർസെൻ്റ് കോൾസ് പറഞ്ഞിട്ട് റീഡ് ചെയ്തു. അടുത്ത ആ കോൾസ് എന്ന് പറയുന്നത് <= 100 ആണെങ്കിൽ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ബിൽ = 200. അവിടെ കാൽക്കുലേഷൻ വരുന്നില്ല, ഡയറക്റ്റായിട്ട് എത്രയാണ് പറയുന്നത്? 200 ആണ് പറയുന്നത്. 200 റുപ്പീസാണ് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ള എത്ര കോൾസിനും എത്രയാണ്? 200 റുപ്പീസാണ് പറയുന്നത്. എൽസിഫ് അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്ത കണ്ടീഷൻ പറയുന്നത് കോൾസ് ഗ്രേറ്റർ ദാൻ 100 കൊടുക്കരുത്. കാരണം ഇൻക്ലൂഡിങ് 100 ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? 101 മുതൽ ഏതുവരെ വേണം? 150. നെക്സ്റ്റ് 50 എന്ന് പറയുമ്പം 100 കഴിഞ്ഞിട്ട് ഉള്ള 50. അപ്പം ഏതുവരെ വന്നു? 150 വരെ വന്നു. മനസ്സിലായോ? അപ്പോൾ ഈ 150 വരെ > 150 ആണെങ്കിൽ എന്താണ്? ബിൽ = ആദ്യത്തെ 200 അത് അതുപോലെ തന്നെ നിൽക്കും, പ്ലസ് 0.60 ഇൻറ്റു കോൾസ് -100. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുകൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതാണ് ഈ ബില്ലെന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് അടുത്ത കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വീണ്ടും അടുത്ത എൽസിഫ് പറഞ്ഞു അല്ലേ. ഈ എൽസിനിഫിനിടയ്ക്ക് സ്പേസ് വേണം, അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ട.
എൽസിഫ് അടുത്ത കോൾസ് എന്താ പറയുന്നത്, കോൾസ് ഈ 150 വരെയുള്ള ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു 150 ആണ് ചെക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ 150 ആൻഡ് കോൾസ് ലെസ് ദാൻ ഈക്വൽ ടു 200 ആണോ നോക്കി. 200 ആണെങ്കിൽ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 200 ഇതുപോലെ നിൽക്കും, അടുത്ത 50ക്കുള്ള എമൗണ്ട് അത് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. 50 ഇൻറ്റു, കാരണം 150 വരെ ഉള്ളത് വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ 50 അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ പിന്നെ നമ്മളവിടെ വേരിയേഷനൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 200 പ്ലസ് 0.6 ഇൻറ്റു 50 പ്ലസ് അടുത്ത എത്രയാണ് 0.5 ഇൻറ്റു കോൾസ് മൈനസ് എത്ര പറഞ്ഞു, 150 പറഞ്ഞു അല്ലേ. അപ്പോൾ 150 കഴിഞ്ഞിട്ട് എത്ര കോൾസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ യൂസ് ചെയ്തത് 180 കോളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും, 30 വരും. മനസ്സിലായോ. അപ്പോൾ ആ 30ക്കായിരിക്കും ഈ 0.5 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്തു. എൽസ് ഇതൊന്നും അല്ലെങ്കിൽ എത്രയാണ്, ഇതിലും കൂടുതലാണ് അല്ലേ. അതായത് നമ്മളീ പറഞ്ഞ 200-നേക്കാളും കൂടുതലാണ്. 200-നേക്കാൾ കൂടുതൽ എത്ര വന്നാലും എത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, 0.4 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ വന്നേ, 200 ഇൻറ്റു 0.6 ഇൻറ്റു 50 പ്ലസ് 0.5 ഇൻറ്റു 50 പ്ലസ് 0.4 ഇൻറ്റു കോൾസ് മൈനസ് 200 കഴിഞ്ഞിട്ട് എത്ര വരുന്നുണ്ട്. അപ്പോൾ 250 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്രയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 0.4 വെച്ചിട്ട് 50ക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ. അപ്പോൾ കോൾസ് മൈനസ് 200 എടുക്കുമ്പോൾ നമുക്കിവിടെ 50 കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഈ എൽസ് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ പ്രിൻ്റ് എഫ് എന്താ പറഞ്ഞു, യുവർ ബിൽ എമൗണ്ട് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തിട്ട് ബില്ലിൻ്റെ വാല്യൂടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമുക്ക് എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ എൽസിഫ് ലാഡറിൻ്റെ ഒരു യൂസേജൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്പർ പിന്നെ കോൾസ് എന്ന് പറയുന്നത് പിന്നെ എൽസിഫിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് മാത്രമേ അവിടെ വർക്കാവുള്ളൂ. മനസ്സിലായോ. ഇപ്പോൾ ഈ ബ്ലോക്കാണ് വർക്ക് ചെയ്തെങ്കിൽ പിന്നെ താഴോട്ട് പോയിട്ട് അത് എഗെയിൻ ചെക്ക് ചെയ്യുന്നില്ല. ഈ ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടെ വരും, പ്രിൻ്റ് എഫിൽ വരുന്നു. പ്രിൻ്റ് എഫിൽ വന്നിട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അല്ലാതെ ഇത് ചെക്ക് ചെയ്തു എന്നിട്ട് നേരെ എൽസിൽ വരികയാണ്. ഇവിടെ എൽസിൽ കണ്ടീഷൻ ഇല്ലല്ലോ, അവിടെ വരുന്നു. അങ്ങനെയില്ല. എൽസിഫ് ലാഡർ കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബ്ലോക്കാണോ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇഫിൻ്റെ താഴെ വരും, എൽസിഫ് ബ്ലോക്കിൻ്റെ താഴെ വരും. അതായത് ഈ എൽസിൻ്റെ താഴെ വന്നു എന്നിട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാൽക്കുലേഷൻ പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞ, ഇലക്ട്രിസിറ്റി പിന്നെ യൂണിറ്റ് എത്ര നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് റീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷൻസ് ആണ്, അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് 50 യൂണിറ്റിന് 0.50 വെച്ചിട്ട്, അടുത്ത 100 യൂണിറ്റിന് 0.75 വെച്ചിട്ടും, നെക്സ്റ്റ് 100 യൂണിറ്റിന് 0.20 വെച്ച് 1.20 വെച്ചിട്ടും, പിന്നെ എബവ് 250 വരുന്നത് എത്ര വെച്ചിട്ട് 1.50 വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് ആഡ് ചെയ്ത് പോകണം. ആദ്യത്തെ 50ക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അടുത്ത സപ്പോസ് വരുന്നത് നമുക്കിപ്പോൾ വരുന്നത് പിന്നെ 120 യൂണിറ്റാണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും, ആദ്യത്തെ 50ക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ വരുന്ന 70ക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ. അത് സപ്പോസ് വരുന്നത് ഒരു 220 ഒക്കെയാണ് വരുന്നതെങ്കിൽ എവിടെ വരുന്നത്, ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 50ക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, അടുത്ത 100ന് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 150 ആയി. അത് കഴിഞ്ഞുള്ള റിമൈനിങ്ങിന് ഇത് വെച്ചിട്ടോ കാൽക്കുലേറ്റ്, ഈ എമൗണ്ട് വെച്ചിട്ടോ, അതായത് 1.20 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൽസിഫ് ആ ബ്ലോക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യൂണിറ്റ് റീഡ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് അല്ലേ. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം എങ്ങനെ പറഞ്ഞു, യൂണിറ്റ് ലെസ് ദാൻ ഈക്വൽ ടു 50 ആണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായി, യൂണിറ്റ് ഇൻറ്റു 0.50 അല്ലേ. യൂണിറ്റ് ഇൻറ്റു 0.50 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 50 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 0.50 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത ബ്ലോക്കിൽ വരുന്നത് എന്താണ്, ലെസ് ദാൻ 50 ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 200 അല്ലേ. അങ്ങനെ വരുവാണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 50ക്ക് ഇത് വെച്ചിട്ട് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 50 ഇൻറ്റു 0.50 പ്ലസ് യൂണിറ്റ് മൈനസ് എത്ര പറഞ്ഞു 50. അതായത് 50യുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, റിമൈനിങ്ങിന് 0.75 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ 150 ബിറ്റ്വീൻ 150 ആൻഡ് 250 ആണ് വരുന്നതെങ്കിലോ
എങ്ങനെ വരും? ആദ്യത്തെ 50ക്ക് പിന്നെയുള്ള 100ന് റിമൈനിങ്ങിന് എത്ര വെച്ചു? 1.20 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോൾ എന്താണ്? ഇതൊന്നും അല്ല അല്ലേ, ലാസ്റ്റിൽ എത്ര? എബവ് 250 ആണ് വരുന്നത്. എബവ് 250 വരുമ്പം ഫസ്റ്റ് 50ക്കുള്ള പറഞ്ഞു, നെക്സ്റ്റ് 100ന് പറഞ്ഞു, നെക്സ്റ്റ് 100ന് പറഞ്ഞു, അത് കഴിഞ്ഞ് റിമൈനിങ്ങിന് 1.50 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? എമൗണ്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഇതിനകത്ത് ഏതോ ഒരു ബ്ലോക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ? എൽസിഫ് നമ്മൾ നേരത്തെയും പറഞ്ഞാണ്, ഒരു ബ്ലോക്കേ വർക്ക് ചെയ്യുള്ളൂ. ഏത് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ എൽസിൻ്റെ താഴെ വന്നിട്ട് ബാക്കിയായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഈ കണ്ടീഷൻ വേണമെങ്കിൽ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാം. എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ ചെക്ക് ചെയ്ത് ലെസ് ദാൻ 150 എന്ന് ചെക്ക് ചെയ്തു അല്ലേ? അപ്പോൾ ലെസ് ദാൻ 150 ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ 2 കണ്ടീഷൻ ഇവിടെ പറയണമെന്നില്ല അല്ലേ? പിന്നെ വീണ്ടും ഗ്രേറ്റർ ദാൻ 150 ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ പറഞ്ഞു ഒരു ബ്ലോക്കേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സപ്പോസ് ഈ ബ്ലോക്ക് വർക്ക് ചെയ്താൽ പിന്നെ താഴോട്ട് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാം? ഇവിടെ ഈ കണ്ടീഷൻ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത്രയും പോർഷൻ ഇവിടെ വേണമെന്നില്ല. മനസ്സിലായോ? അടുത്ത കണ്ടീഷൻ എൽസിഫ് ഇടുമ്പം എങ്ങനെ പറയുന്നത്? എൽസിഫ് അടുത്ത കണ്ടീഷൻ പറയുമ്പോൾ എങ്ങനെ പറയുക? ഇത് ഞാനിങ്ങനെ 1, 2, 3 ഇട്ട് പോയതുകൊണ്ടാണ് എല്ലാം ഇഫ് പറഞ്ഞു പോയത്. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എൽസിഫ് എഴുതിയാണ് പോകുന്നത്. ഇവിടെ സ്റ്റെപ്പായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇഫ്. ഇവിടെ എൽസിഫ് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, അങ്ങനെ പറയാം. ഇവിടെ എൽസിഫ് ഇട്ട് തന്നെ പോവാം കേട്ടോ. എൽസിഫ് പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ 5 ഇത് എൽസ് ആണല്ലോ, ഇതിനകത്ത് വേറെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എൽസിഫ് കണ്ടീഷൻ ഇടുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈ ബ്ലോക്ക് വേണമെന്നില്ല. സെപ്പറേറ്റ് ഇഫ് ആണെങ്കിൽ വേണം കേട്ടോ. സെപ്പറേറ്റ് ഇഫ് എഴുതി പോവുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ഫുള്ളായിട്ട് കൊടുക്കണം. കാരണം ഇത് സെപ്പറേറ്റ് ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇഫ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലേ? കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ലെസ് ദാൻ 100 എന്ന് മാത്രം കൊടുത്താൽ പോരാ. അപ്പം നമ്മൾ പിന്നെ 20 ആണെങ്കിൽ ലെസ് ദാൻ 100 ആണ്. പക്ഷേ എൽസിഫ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഇത്രയും പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? യൂണിറ്റ് ലെസ് ദാൻ ഈക്വൽ ടു 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 50 അല്ലെങ്കിലല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. 50 അല്ലെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിലോട്ട് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഈക്വൽ ടു 100 മാത്രം ചെക്ക് ചെയ്താൽ മതി. വീണ്ടും അടുത്ത എൽസിഫ് കണ്ടു. എൽസിഫ് കണ്ടപ്പം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഇവിടെ ഈ പിന്നെ ലെസ് ദാൻ 250 ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ? ലെസ് ദാൻ 250 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ലെസ് ദാൻ 250 ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ ഇപ്പം പിന്നെ ലെസ് ദാൻ 50 ആണെങ്കിൽ ഇവിടെ വരും. ലെസ് ദാൻ 100 ആണെങ്കിൽ, അതായത് 50ക്കും 100നും ഇടയ്ക്കാണെങ്കിൽ ഇവിടെ വരും. അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 250 എന്ന് പറയുമ്പോൾ എന്താണ്? ബിറ്റ്വീൻ ഇതാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ? 150 ആൻഡ് 250 ആണ് ചെക്ക് ചെയ്തത്. മനസ്സിലായോ? അതായത് ഇതിൽ ഒരു ബ്ലോക്കേ വർക്ക് ചെയ്യുള്ളൂ. ഈ ബ്ലോക്ക് വർക്ക് ചെയ്താൽ എക്സിറ്റ് ആവും. ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവും. അതല്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവും. അപ്പോൾ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 100 എന്ന് പറയുമ്പം ബിറ്റ്വീൻ 50 ആൻഡ് 100 ആണ്. ഓക്കെ, അതാണ് ഇത്രയും പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ 250 എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 കണ്ടീഷനും ഫോൾസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബിറ്റ്വീൻ 150 ആൻഡ് 250 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് എൽസിഫിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത്രയും പോർഷൻ പിന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിപ്പോൾ പറഞ്ഞു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനാവുമ്പോൾ നമുക്കത് കണ്ടീഷൻ നമ്മൾ ഈ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ, കുറേ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഇത്രയും കണ്ടീഷൻ നമുക്കിവിടെ കൊടുക്കണമെന്നില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ കണ്ടീഷൻ മാത്രം കൊടുത്തങ്ങ് പോവും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പിന്നെ നെസ്റ്റഡ് ഇഫാണ് അല്ലേ? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഇഫിനകത്ത് അനദർ ഇഫ് വരിക അല്ലേ? നമുക്കിപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അപ്പം നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പം ഇഫ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു അല്ലേ? ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു അനദർ ഇഫ് കൊടുക്കാം. ഇഫ് ബ്രാക്കറ്റിൽ എഗെയിൻ
ഒരു കണ്ടീഷൻ പറയാം, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം. ബ്ലോക്കിൽ ഈ ഇഫ് ക്ലോസ് ചെയ്തു, അടുത്ത എൽസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. കണ്ട? അപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങനെ ഇട്ട് പോവാം. അപ്പോൾ കണ്ട, ഇത് ഇഫ്, ഇത് എൽസ് അല്ലേ? ഇതിനകത്ത് ഒരു ഇഫിൻ്റെ ഒരു ബ്ലോക്ക് വരുവാണ്. ഇതിനാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെയ്യാം. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്നിട്ട് വീണ്ടും അനദർ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇന്നറായിട്ടൊരു ഇഫ് ഇട്ടിട്ട്, നെസ്റ്റഡ് ആയിട്ടൊരു ഇഫ് ഇട്ടിട്ട് പോവാം. ഇതിലും വേണമെങ്കിൽ ഇഫും എൽസ് പാർട്ടും വേണമെങ്കിൽ എഴുതാം. നെസ്റ്റഡ് ഇഫ് വേണമെങ്കിലും പിന്നെ എൽസ് ഇഫ് ലാഡർ വേണമെങ്കിലും എഴുതാം. മനസ്സിലായി? ഇതിപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, പിന്നെ ഒരു ഇഫ് ഇട്ടിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. മനസ്സിലായോ? അഗൈൻ അകത്ത് ഒരു നെസ്റ്റഡ് ആയിട്ട് ഒരു ഇഫ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു 3 നമ്പേഴ്സിൻ്റെ പിന്നെ 3 നമ്പേഴ്സിലെ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതിയെന്ന് അങ്ങനെയാണ്, എൽസ് ഇഫ് ലാഡർ വെച്ചിട്ട് എഴുതി അല്ലേ. 2 കണ്ടീഷൻ കൊടുത്തു. ആദ്യം ഒരു ഇഫ് കൊടുത്തു, നമുക്കത് ആ കണ്ടീഷൻ ആദ്യം എഴുതിയത് ഇതുപോലെ എഴുതാം. ഇവിടെ ഇഫ് എന്ത് കൊടുത്തു? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തു അല്ലേ. ആണെങ്കിൽ നമ്മളിവിടെ എന്ത് പറഞ്ഞു? പ്രിൻ്റ് എഫ് എന്താണ്, എ ഈസ് ഗ്രേറ്റർ എന്നും പറഞ്ഞിട്ട് എഴുതി. എ ഈസ് ഗ്രേറ്റർ എന്നും പറഞ്ഞ് എഴുതി അല്ലേ. അടുത്ത എൽസിഫ് ഇട്ടു അല്ലേ. എൽസിഫിനകത്ത് ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കി. ആണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞു? പ്രിൻ്റ് എഫ് ബി ഈസ് ഗ്രേറ്റർ എന്നും പറഞ്ഞ് എഴുതി അല്ലേ. ഇതും അല്ലെങ്കിൽ എൽസ് എന്ത് പറഞ്ഞു? പ്രിൻ്റ് എഫ് സി ഈസ് ഇങ്ങനെ എഴുതി അല്ലേ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് ചെയ്യാം. നെസ്റ്റഡ് ഇഫ് വെച്ച് എങ്ങനെ ചെയ്യും? ഫസ്റ്റിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കി അല്ലേ. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിലല്ലേ എ ഗ്രേറ്റർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെ നെസ്റ്റഡ് ആക്കാൻ വേണമെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. കണ്ട? മനസ്സിലായോ? ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇഫിൽ കയറി, അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞു? പ്രിൻ്റ് എഫ് എ എന്ന് പ്രിൻ്റ് ചെയ്തു അല്ലേ. ഇതൊരു ഇഫ്, ഇന്നർ ഇഫ്. ഈ ഇഫ് ക്ലോസ് ചെയ്തു. ദെൻ അടുത്തതിൽ എൽസ് ഇഫ് പറയാം. എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു? പ്രിൻ്റ് എഫ് ബി എന്ന് പറഞ്ഞു. എൽസ് പ്രിൻ്റ് എഫ് സി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ നെസ്റ്റഡ് ഇഫിനെയാണ് ഈ എൽസ് ഇഫ് ലാഡറിനെ ഞാൻ നെസ്റ്റഡ് ഇഫ് ആക്കുകയാണ് ചെയ്തത് അല്ലേ. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് കണ്ടീഷൻസ് വരുന്ന എംപ്ലോയി ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംപ്ലോയിയുടെ ഒക്കെ പിന്നെ എന്താണ് ഗ്രേഡൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രേഡ് 1 ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രേഡ് 2 ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വീണ്ടും ഒരു ഇന്നർ ഇഫ് ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ എല്ലാ എംപ്ലോയീസിനും ചിലപ്പം ഒരേ പെർസെൻറ്റേജിലായിരിക്കില്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡ് 1-നാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രേഡ് 2-നാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, ഇവിടെ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ വീണ്ടും എന്ത് ചെക്ക് ചെയ്തു? എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ എഗെയിൻ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കി ബി പ്രിൻ്റ് ചെയ്തു, എൽസ് സി പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു എൽസ് ഇഫ് ലാഡറാണ്. കണ്ടോ? ഈ എൽസ് ഇഫ് ലാഡറിനകത്ത് ഒരു നെസ്റ്റഡ് ഇഫാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈം കാണാം. ബൈ.